ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ രാവിലെ തന്നെ ആദിക്കുള്ള കോഫി എടുക്കാൻ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് ആദിക്ക് നേരത്തെ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ നയനയാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ ഹാളിലേക്കോ അല്ലെങ്കിൽ അടുക്കളയിലേക്കോ ഒന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. എല്ലാവരും എണീറ്റ് വരണ ആ ഒരു ടൈമായിരിക്കും. ഈ സമയത്ത് ജലജയാണെങ്കിലും മുകളിൽ നിന്ന് കാണുന്നുണ്ട് നയന അടുക്കളയിലേക്ക് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ ഇവൾ രാവിലെ തന്നെ എണീറ്റേക്കുന്നത്, എന്നും ഈ സമയത്തല്ലല്ലോ ചായയൊക്കെ ഇടാൻ പോകുന്നത്, എന്നും പൂജയെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ, ഇന്ന് പിന്നെന്താ അത്ര നേരത്തെ, എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ അടുക്കളയിൽ നമ്മുടെ നയനയാണെങ്കിൽ തകൃതിയായിട്ട് ഓരോ പണികൾ ഇങ്ങനെ തുടങ്ങുകയാണ്. ജലജ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ പതിവിലും നേരത്തെ എണീറ്റത്, ഇനി അനാമിക പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറുമെന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ നയന പറയുന്നുണ്ട്, അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും എനിക്കില്ല, ആ ഒരു ദുരുദ്ദേശങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഇവിടെ ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ജലജ നയനേനെ ഇങ്ങനെ ചൂടാക്കാൻ ശ്രമിക്കുകയാണ്. നയനയാണെങ്കിലും തക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നയന ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ചായക്കുള്ള ക്ലാസ്സും അതുമെല്ലാം ഇങ്ങനെ എടുക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും ജലജയുടെ മനസ്സിലൊരിത് തോന്നുന്നത്, ഇവളെങ്ങ് തീർക്കുക തന്നെയാണ് നല്ലത്, ഇവൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ കുറച്ച് കാലത്തേക്ക് മിണ്ടാതിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ ഗ്യാസിലേക്ക് വെക്കാൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് നയന തിരിയുന്നുണ്ട്, പെട്ടെന്ന് അത് താഴെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയും ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ചി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, അപ്പച്ചിക്ക് ഈ സമയത്തൊന്നും അപ്പച്ചി എണീക്കുന്നത് പോലും അല്ലല്ലോ, പിന്നെ ഇന്നെന്താ ഇത്ര കാര്യത്തോടെ വന്ന് അടുക്കളയിൽ വന്ന് വിശേഷം ചോദിക്കുന്നത്? ഓ, അനാമിക എണീറ്റ് വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനാമികനെയും എന്നെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. എന്തായാലും കൊള്ളാം, ഇങ്ങനെ തമ്മിലടുപ്പിച്ച് അവസാനം തമ്മിലടിക്കാൻ ആരും ഇല്ലാതെ ഒരവസ്ഥ വരും, അതൊന്ന് ഓർത്തോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. വന്ന വഴി മറക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ജലജയും പറയുന്നുണ്ട്, നീ വന്ന വഴി നീയും മറക്കരുത് കേട്ടോ, നീ പറയുന്ന കേട്ടാ മണിമാളികയിൽ ഇങ്ങോട്ടേക്ക് കയറി വന്നതുപോലെയാണല്ലോ, ഇപ്പോഴും ചേരി തന്നെയല്ലേ ഇതിൻ്റെയൊക്കെ താമസം, രണ്ട് മക്കളും ഇങ്ങോട്ട് കയറി വന്നു, ഇനി മൂന്നാമത്തെ എണ്ണം കൂടെ ഇങ്ങോട്ട് കയറ്റിവിടാൻ വേണ്ടി ആകെ പരിശ്രമിച്ചു, ഇത് പരിശ്രമം പാളിപ്പോയപ്പോഴത്തേക്കിനും ഇനി അടുത്ത എന്തെങ്കിലും പുകിലൊപ്പിച്ചുകൊണ്ട് നിങ്ങൾ വരുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് കരുതി കൂട്ടി തന്നെയാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് മുൻപോട്ടും പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജയും പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് പിന്നെയും നയന തിരിഞ്ഞ് ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ ജലജയാണെങ്കിൽ ആ സാരിത്തുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഗ്യാസിൻ്റെ അങ്ങോട്ടേക്ക് വെക്കണത്. എന്നിട്ട് ഇങ്ങനെ കത്തുന്നതൊക്കെ ജലജ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാനിപ്പോൾ ഇത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങനെ പോകുമായിരിക്കും കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ സാരിയുടെ തുമ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. നയനയും അത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ചൂട് വരുമ്പോഴത്തേക്കിനും ആയിരിക്കും നയന ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ സാരി തുമ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കാണുകയാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആദ്യം അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് പോകാനൊക്കെ ആയിരിക്കും. പെട്ടെന്ന് അടുക്കളയിലേക്ക് നയനേനെ വിളിച്ചിട്ട് വിളി കേൾക്കാതെ വരുമ്പോഴായിരിക്കും നയനയുടെ അടുക്കിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ആദ്യം ഇങ്ങനെ കെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആദ്യം ആകെ ഒരു വെപ്രാളൊക്കെയാണ്. പെട്ടെന്ന് ആദ്യയുടെ ഷർട്ട് ആണെങ്കിൽ ഊരിയിട്ട് അതിങ്ങനെ നയനേനെ ഇങ്ങനെ പൊതിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. ഈ സമയത്ത് ഇതെല്ലാം മേളിൽ നിന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ജലജ. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്താലും അവൾക്ക് രക്ഷയായിട്ട് ഇങ്ങനെ വന്നോളും, എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ എനിക്കിഷ്ടമല്ല, ഞാൻ ഡിവോഴ്സ് ചെയ്യും എന്നും പറഞ്ഞിങ്ങനെ നടക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് ജലജ അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ നയനേനെ ഇങ്ങനെ നയനെ ഷർട്ടൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ കാണുമ്പോൾ അവിടേക്ക് എല്ലാവരും തന്നെ ആ സമയത്ത് ഹോളിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി എന്താ പറ്റിയ എന്താന്നിങ്ങനെ എല്ലാവരും പിന്നെ കാര്യം തിരക്കായിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും ആദ്യം പറഞ്ഞത്, ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇയാളുടെ സാരിയുടെ തുമ്പിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ വന്നത് ഏതായാലും രക്ഷയായി, ഇയാളും ശ്രദ്ധിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ദേഹം മൊത്തം ഇങ്ങനെ കത്തിപ്പോയന് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ആകെ പേടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ നവ്യാണെങ്കിലും ഓടി ചെന്നിട്ട് എന്തെങ്കിലും പറ്റുമോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പൊള്ളലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം പറയുന്നുണ്ട്, ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ, വേണ്ട, ഇന്ന് ആദ്യമായിട്ട് അർജൻറ്റ് മീറ്റിംഗ് അല്ലേ, ഇപ്പം തന്നെ സമയം വൈകി, ആദ്യമായിട്ടും പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോളാം, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ആദ്യം സമ്മതിക്കുന്നില്ല കേട്ടോ. ഇല്ല, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ മീറ്റിംഗൊക്കെ ക്യാൻസലാക്കി ആദ്യമാണെങ്കിൽ നയനനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആകെ സങ്കടത്തിൽ നിൽക്കായിരിക്കും. പക്ഷേ ആദ്യക്ക് നയനോടുള്ള ആ ഒരു കരുതൽ കാണുമ്പോഴത്തേനും നമ്മുടെ മുത്തശ്ശിയൊക്കെ ഒരു സമാധാനം ആകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആദ്യമാണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം രാത്രിയിൽ മരുന്നൊക്കെ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾസിൻ്റെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.